സൈബർസ്കൈയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടൊരു വീഡിയോ ചെയ്യുകയാണ്. അപ്പം ടെർമക്സിൻ്റെ ബേസിക്കിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് ആദ്യം വിചാരിച്ചു. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹാക്കിംഗ് എന്ന് പറയുന്ന വിഷയം അതിൽ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ലിനക്സ് കമാൻഡുകൾ. അപ്പം നമുക്ക് ആൻഡ്രോയിഡ് ഫോണിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ടെർമക്സ്. അപ്പോൾ ടെർമക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ലിനക്സിൻ്റെ എൻവയോൺമെൻറ്റ് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. അപ്പോൾ ലിനക്സിലെ ബേസിക് കമാൻഡ് ചിലവർക്കൊന്നും മൊത്തം കമാൻഡുകൾ അറിയില്ല. ജസ്റ്റ് അറ്റ്ലീസ്റ്റ് ആദ്യത്തെ കുറച്ച് കമാൻഡുകൾ, അത്യാവശ്യം യൂസ് ചെയ്യുന്ന കുറച്ച് കമാൻഡുകൾ മാത്രമേ അറിയത്തുള്ളൂ. അപ്പം നേരത്തെ എൻ്റെ പഴയ ചാനലിൽ നിന്ന് കുറേ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലിനക്സിൻ്റെ അല്ലെങ്കിൽ ടെർമക്സിൻ്റെ മുഴുവൻ ഒരു കോഴ്സായിട്ട് ചെയ്യണം. അതിൻ്റെ കമാൻഡുകൾ, അതിൻ്റെ പാക്കേജുകൾ, ഏതൊക്കെ ലാംഗ്വേജുകൾ അതിൽ സപ്പോർട്ട് ചെയ്യും, അപ്പം അതെങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഈ ചാനലിൽ ടെർമക്സിൻ്റെ ഫുൾ ബേസിക് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് ആഗ്രഹിച്ചത്. അത് ഞാനൊരു പാർട്ടാണ് വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ വീഡിയോ മണിക്കൂറുകളോളം ലെങ്തി ആയി പോകും. അതുകൊണ്ട് ഒരു ആദ്യത്തെ പാർട്ടിൽ ഫസ്റ്റ് കുറച്ച് വേണ്ടപ്പെട്ട കമാൻഡുകൾ ഞാൻ പറഞ്ഞു തരാം. അതിനുശേഷം നമുക്ക് മുന്നോട്ടുള്ള അടുത്ത കമാൻഡുകളും ഏതൊക്കെ ടൂളുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമെന്നും എന്തൊക്കെ ചെയ്യാൻ പറ്റും ടെർമക്സ് ഉപയോഗിച്ചെന്നും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഫോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുവിധം, പണ്ടൊക്കെ ആണെങ്കിൽ ഫോൺ ഉപയോഗിച്ച് ചെയ്യുന്നതിന് ഒരു പരിമിതികളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല, ഭയങ്കര പവർഫുള്ളായിട്ടുണ്ട്. ഫോൺ ഉപയോഗിച്ച് തന്നെ ലാപ്ടോപ്പിൽ ചെയ്യുന്ന 80% കാര്യങ്ങൾ ഫോണിലൂടെ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെയാണ് ഹാക്കിങ്ങും. എത്തിക്കൽ ഹാക്കിങ് ചെയ്യാൻ ഒരുപാട് ടൂളുകൾ ഈ ടെർമക്സ് വഴി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒരുപാട് എത്തിക്കൽ ഹാക്കിങ്ങിൻ്റെ ടൂളുകൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ടെർമക്സ്. അപ്പം അതെങ്ങനെയൊക്കെയാണ് എന്നൊക്കെ നമുക്ക് തുടർന്നുള്ള വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെർമക്സിൻ്റെ ആദ്യത്തെ ഒരു കമാൻഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൂ ഐ ആം ഐ എന്നാണ്. ഹൂ ഐ ആം ഐ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂസർ നെയിം ഏതാണ്, പാസ്വേഡ് ഏതാണെന്നൊക്കെ കാണിക്കുന്ന ഒരു കമാൻഡാണ് ഹൂ ഐ ആം ഐ. പിന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഇത് ക്ലിയർ ചെയ്ത് കളയണമെങ്കിൽ, നമ്മുടെ പ്ലെയിൻ ആക്കണമെങ്കിൽ നമ്മൾ ക്ലിയർ എന്നുള്ള കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ, എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഡിസ്പ്ലേ ഫുള്ള് ക്ലിയർ ആകുന്നതായിരിക്കും. പിന്നെ നെക്സ്റ്റ് ഒരു പ്രധാനപ്പെട്ട കമാൻഡാണ് PWD എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറൻ്റ്ലി ഏത് ഡയറക്ടറിയിലാണ് നിൽക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് PWD എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ഏത് പാത്തിലാണ് നിൽക്കുന്നതെന്ന് അറിയാൻ. അത് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏത് പാത്തിലാണ് നിൽക്കുന്നതെന്ന് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഹോം എന്ന് പറയുന്ന മെയിൻ ഡയറക്ടറിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പിന്നെ അപ്പം നമുക്കിപ്പം ഇതിനകത്ത് ബാക്ക് വരണം, ഒരു സ്റ്റെപ്പ് ബാക്ക് വരണം. അതായത് ഈ ഹോമിൽ നിന്ന് നമുക്ക് ഫയൽസിലോട്ട് വരണം. അതിന് നമ്മൾ കൊടുക്കേണ്ട ഒരു കമാൻഡാണ് CD എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഒരു സ്പേസ് ഇട്ടതിന് ശേഷം 2 ഡോട്ട് ഇടുക. എന്നിട്ട് എൻ്റർ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് വരും. ഇനി നമുക്ക് ജസ്റ്റ് നമ്മൾ PWD എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് എൻ്റർ അമർത്തി നോക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഫയൽസിലാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഹോമിലായിരുന്നു, നമ്മൾ CD എന്ന് കൊടുത്തതിന് ശേഷം 2 ഡോട്ട് ഇട്ടതിന് എൻ്റർ അമർത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഫയലിൽ വന്നു. അപ്പോൾ ഇനി എനിക്ക് ഒരു സ്റ്റെപ്പും കൂടെ ബാക്കിലേക്ക് പോകണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്നാണ്. അതിനും സെയിം ഇത് തന്നെയാണ്, ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. CD എന്ന് കൊടുത്തിട്ട് സ്പേസ് ഇട്ട് 2 ഡോട്ട് കൊടുക്കുക. അതിന് ശേഷം ഒരു സ്ലാഷ് കൊടുക്കുക, വീണ്ടും 2 ഡോട്ട് കൊടുക്കുക, എന്നിട്ട് എൻ്റർ അമർത്തുക. ഇപ്പോൾ നമ്മൾ 2 സ്റ്റെപ്പ് പുറമോട്ട് വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ചെക്ക് ചെയ്യാം. PWD എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് എൻ്റർ അമർത്തി നോക്കുക. ഇപ്പോൾ നമ്മൾ ഡേറ്റയിലെത്തിയിട്ടുണ്ട്. മനസ്സിലായി? അപ്പം നിങ്ങൾക്കിപ്പോൾ മൂന്നാമത് ഒരു ഫോൾഡർ ഉണ്ടെങ്കിൽ ബാക്കിലേക്ക് പോകണമെങ്കിൽ ഇതേപോലെ തന്നെ നിങ്ങൾ CD കൊടുക്കുക, സ്പേസ് ഇട്ടിട്ട് ഡോട്ട് കൊടുക്കുക, സ്ലാഷ് ഇടുക, വീണ്ടും ഡോട്ട് കൊടുക്കുക, സ്ലാഷ് ഇടുക, വീണ്ടും ഡോട്ട് കൊടുത്ത് എൻ്റർ അമർത്തി കഴിഞ്ഞാൽ 3 സ്റ്റെപ്പ് ബാക്കിലേക്ക് പോകുന്നതായിരിക്കും. ഇതാണ് നമ്മൾ ബാക്കിൽ പോകുന്ന സ്റ്റെപ്പ്. ഇനിയും നമ്മളിപ്പം ഇവിടെ നിന്ന് ഡയറക്റ്റായിട്ട് ഹോമിലേക്ക് വരണമെങ്കിൽ 2-3 വഴിയുണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ഹോമിലേക്ക് വരാൻ. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് CD കൊടുത്ത് ഡോളറിൻ്റെ സിമ്പിൾ കൊടുക്കുക, എന്നിട്ട് ഹോം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റർ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ ഹോമിലായിരിക്കും ഇപ്പോൾ വന്നത്. നമുക്ക് PWD അടിച്ചു നോക്കാം, പാത്തൊന്ന് ചെക്ക് ചെയ്യാം.
കണ്ടോ? ഇപ്പോൾ കറക്റ്റ് നമ്മൾ ഹോമിലെത്തിയിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ CD കൊടുത്തതിന് ശേഷം ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് വരിക. PWD ഇപ്പോൾ ഫയലിലാണ് നിൽക്കുന്നത്. ഇനിയും വേറൊരു വഴിയുണ്ട് ഹോമിലേക്ക് വരാൻ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് CD എന്ന് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു എംബ്ലം കണ്ടോ, ഒരു സ്പേസ് ഇട്ടിട്ട് ഈ ഒരു സിമ്പിൾ കൊടുത്തിട്ട് നമ്മൾ എൻ്റർ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ ഹോമിലായിരിക്കും വന്നത്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. PWD ഓക്കെ, കണ്ടോ നമ്മൾ ഹോമിൽ വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മൾ ഏത് പാത്തിലാണെന്നറിയാനുള്ള കമാൻഡും അതേപോലെ തന്നെ നമ്മൾ സ്റ്റെപ്പ് ബാക്കിലേക്ക് വരുന്ന കമാൻഡും ഇതാണ്. അതേപോലെ തന്നെ ഇനി നമ്മൾ ഹിസ്റ്ററി എന്ന് പറയുന്നൊരു കമാൻഡുണ്ട്. ഹിസ്റ്ററി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് എൻ്റർ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ എത്ര കമാൻഡുകൾ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഇത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ 14 എണ്ണം ആദ്യം നമ്മൾ LS ടൈപ്പ് ചെയ്തു, HOM ടൈപ്പ് ചെയ്തു, ക്ലിയർ, PWD, CD. അപ്പോൾ അതിൻ്റെ ബേസ് നമ്മൾ ഏതൊക്കെ കമാൻഡ് കൊടുത്തിട്ടുണ്ടോ അതെല്ലാം നമുക്ക് ഇവിടെ കാണിക്കും. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ LS എന്ന് പറയുന്ന ഒരു കമാൻഡാണ്. നിങ്ങൾക്ക് മിക്കവർക്കും അറിയാവുന്നതായിരിക്കും. LS എന്ന് വെച്ചാൽ ലിസ്റ്റ് ചെയ്യാന്ന്. അതായത് നമ്മൾ ഹോമിലാണ് നിൽക്കുന്നത്. ഹോമിൽ ഏതെല്ലാം സബ് ഡയറക്ടറീസ് ഉണ്ടെന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കമാൻഡാണ് LS. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് LS ടൈപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ഹോമിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന കുറച്ച് ടൂളുകളാണിത്. MGROC, പിന്നെ S എന്ന് പറയുന്നൊരു ഫോൾഡർ, സീക്കർ, സ്റ്റോറേജ്. ഈ 4 എണ്ണമാണ് എൻ്റെ സബ് ഡയറക്ടറി ആയിട്ടുള്ളത്. ഓക്കെ, ഇപ്പം എനിക്കിതിൻ്റെ ഡീറ്റെയിൽ, ഇത് എപ്പോഴാണ് ക്രിയേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഇതിൻ്റെ സൈസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു കമാൻഡ് LS എന്ന് കൊടുത്തതിന് ശേഷം ഒരു സ്പേസ് ഇട്ടിട്ട് ഒരു ഐഫൺ ഇടുക. അതിനുശേഷം L എന്ന് കമാൻഡ് ചെയ്ത് എൻ്റർ അമർത്തി കഴിഞ്ഞാൽ എനിക്കിവിടെ കാണാൻ സാധിക്കും. ഇത് ഇച്ചിരി കൂടെ സൂം ഔട്ട് ചെയ്യാം, കണ്ടോ? ഓക്കെ, അപ്പം ഇത് അതിൻ്റെ ഫുള്ള് ഏത് യൂസർ നെയിമാണ്, ഏത് പെർമിഷനാണുള്ളത്, ഏതൊക്കെ പെർമിഷൻസ് ആണുള്ളത്, ഏത് ഡേറ്റിലാണ് ഇത് ക്രിയേറ്റ് ചെയ്തത്, എന്താ പറയുക, എല്ലാ സമയമടക്കം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഒരു എക്സാമ്പിൾ, ഇപ്പം ഇതിനകത്ത് പെർമിഷൻ D എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ടറി എന്നാണ് അർത്ഥം. ആ D എന്ന് കാണുന്ന ഡയറക്ടറി എന്നാണ്. ഏതൊക്കെ പെർമിഷൻ ഉണ്ടെന്നുള്ളതാണത്. R എന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡ് ചെയ്യാനുള്ള പെർമിഷനുണ്ട്. W എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ചെയ്യാനുള്ള പെർമിഷനുണ്ട്. X എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്യാനുള്ള പെർമിഷനുണ്ട്. അതേപോലെ തന്നെ യൂസർ നെയിം, പാസ്വേഡും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വേറെ ഈ സെയിം ഇതിനുള്ള ഒരു കമാൻഡ് തന്നെയാണ് LS എന്നിട്ടതിന് ശേഷം സിമ്പിൾ ഇട്ടതിന് ശേഷം നമ്മൾ LH എന്ന് കൊടുക്കാം. എന്നിട്ട് എൻ്റർ അമർത്തി കഴിഞ്ഞാലും ഈ സെയിം ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കിട്ടും. രണ്ടും സെയിമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ വേറൊരു കമാൻഡും കൂടെ ഉണ്ട്. അത് സെയിം തന്നെയാണ്. LS ഇടുക, അതിനുശേഷം ഐഫൺ ഇട്ട് AL, അതായത് ആദ്യം ടൈപ്പ് ചെയ്ത് L ആണ്, അതിൻ്റെ കൂടെ AL എന്നും കൂടി ഇട്ട് എൻ്റർ അമർത്തി കഴിഞ്ഞാൽ ശരി കൂടുതലായിട്ട് ഫയൽസ് കാണാൻ സാധിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കമാൻഡ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹിഡൻ ഫയൽസ് എല്ലാം നമുക്ക് ഷോ ആവും. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ കമാൻഡ് SL-L മാത്രം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഹിഡൻ ഫയൽസ് ഒന്നും ഷോ ആകത്തില്ല. ഇതിനകത്ത് AL കൊടുത്തു കഴിഞ്ഞാൽ ഹിഡൻ ഫയൽസും കൂടെ ഷോ ആവും. ഇനി സെയിം തന്നെ ഒരു കമാൻഡ് കൂടെ ഉണ്ട്. LS കൊടുക്കുക, ഐഫൺ ഇടുക, RL എന്ന് കൊടുക്കുക, RL അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് എൻ്റർ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വന്ന അത് റിവേഴ്സിൽ കാണിക്കും. നേരത്തെ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ MGROC, S, സീക്കർ, സ്റ്റോറേജ് എന്നാണ് ഓർഡറിൽ പോയിരിക്കുന്നത്. അപ്പം ഞാൻ ഈ RL കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചു വരും, റിവേഴ്സ് ഓർഡറിൽ നമുക്ക് കാണിച്ചു തരും. അതാണ് ഈ ഒരു കമാൻഡിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇനി ജസ്റ്റ് ഞാൻ ക്ലിയർ ചെയ്യാണ്. ഓക്കെ, ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമുക്ക് ഒരു ഫോൾഡർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ഞാൻ LS എടുത്തു കഴിഞ്ഞാൽ എൻ്റെ സബ് ഡയറക്ടറീസ് അറിയാലോ, MGROC, S, സീക്കർ, സ്റ്റോറേജ്. ഇപ്പം ഞാനൊരു ജസ്റ്റ് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ കൊടുക്കുന്ന കമാൻഡ് മേക്ക് ഡയറക്ടറി എന്നാണ്. MK കൊടുക്കുക, അതിനുശേഷം DIR കൊടുക്കുക, സ്പേസ് ഇടുക, ഒരു ഡയറക്ടറിയുടെ പേര്. ഞാനിപ്പോൾ ഡയറക്ടറി 1 എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ എൻ്റർ അമർത്തി കഴിഞ്ഞു. ഇനി നമുക്ക് ആ ഫോൾഡർ അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് LS ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഡയറക്ടറി 1 എന്ന് പറയുന്ന ഒരു ഫോൾഡർ അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്.
മനസ്സിലായി? അപ്പോൾ ഇങ്ങനെ MKDIR എന്ന് പറഞ്ഞാണ് ഫോൾഡർ നെയിമും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോൾഡർ ക്രിയേറ്റ് ആവും. ഇനി ഒരു ഫോൾഡറും കൂടെ ഞാൻ ക്രിയേറ്റ് ചെയ്യാം. MKDIR കൊടുത്തതിന് ശേഷം ഡയറക്ടറി 2 എന്ന് കൊടുക്കുക. എന്നിട്ട് ഞാൻ എൻ്റർ അമർത്തി കഴിഞ്ഞ് നോക്കിയാൽ ആ ഡയറക്ടറി 1ഉം ഡയറക്ടറി 2ഉം എന്ന് പറയുന്ന ഫോൾഡർ അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനിയുള്ളതിൽ മൂവ് ചെയ്യുന്നൊരു കമാൻഡുണ്ട്. അതായത് എനിക്കിപ്പം ഈ ഡയറക്ടറി 2 എന്ന് പറയുന്ന ഫോൾഡർ ഡയറക്ടറി 1ലേക്ക് മൂവ് ചെയ്യണം. അതിനുള്ളൊരു കമാൻഡാണ് MV മൂവിന് പകരം കൊടുക്കുന്നൊരു കമാൻഡാണ് MV എന്നുള്ളത്. MV എന്ന് കൊടുത്തതിന് ശേഷം ഏത് ഫോൾഡറാണോ മൂവ് ചെയ്യേണ്ടത് ആ ഫോൾഡറിൻ്റെ നെയിം ഫസ്റ്റ് കൊടുക്കണം. മനസ്സിലായോ? അപ്പോൾ എനിക്ക് ഡയറക്ടറി 2 അതായത് സെക്കൻഡ് ഫോൾഡറാണ് എനിക്ക് മൂവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ നെയിം അവിടെ കൊടുക്കുന്നു. രണ്ടാമതായിട്ട് കൊടുക്കേണ്ടത് ഏത് ഫോൾഡറിലേക്കാണ് ഇത് മൂവ് ചെയ്യേണ്ടത് ആ നെയിം നമ്മളവിടെ കൊടുക്കണം. എനിക്ക് രണ്ടാമത്തെ ഫോൾഡർ ഒന്നാമത്തെ ഫോൾഡറിലേക്കാണ് മൂവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ ഡയറക്ടറി 1 എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ എൻ്റർ അമർത്തുകയാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് LS ടൈപ്പ് ചെയ്ത് നോക്കാം. കണ്ടോ, ഇപ്പം ആ 2 എന്ന് പറയുന്ന ഫോൾഡർ ഡയറക്ടറി 2 എന്ന് പറയുന്ന ഫോൾഡർ അവിടെ ഇല്ല. അത് ഒന്നിലേക്ക് മൂവ് ആയിട്ടുണ്ടോ ഇല്ലയോ നമുക്ക് ചെക്ക് ചെയ്യാം. അതിന് നമ്മൾ CD ഡയറക്ടർ 1 ചേഞ്ച് ഡയറക്ടറി നമ്മൾ 1 ഫോൾഡറിലേക്ക് അകത്തേക്ക് പോവുകയാണ്. അല്ല 1 എന്ന് കൊടുത്തതിന് ശേഷം എൻ്റർ അമർത്തി കഴിഞ്ഞാൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ ആ ഡയറക്ടറി 2 ആ ഫോൾഡറിനകത്താണ്. മനസ്സിലായി? ആ ഫോൾഡറിനകത്തേക്ക് മൂവായി. അതേപോലെ തന്നെ ഇനി എനിക്ക് കോപ്പി ചെയ്യണമെന്നിരിക്കട്ടെ. ഇപ്പം ഞാൻ ബാക്ക് വരികയാണ്. ബാക്ക് വന്നു. ഇനി എനിക്ക് കോപ്പി ചെയ്യണം. അതിനിപ്പോൾ ഞാൻ ഈ S എന്ന് പറയുന്നൊരു ഫോൾഡർ ഉണ്ടല്ലോ, ആ S എന്ന് പറയുന്ന ഫോൾഡർ എനിക്ക് ഹോമിലും വേണം, അതേപോലെ ഡയറക്ടറി 1 എന്ന് പറയുന്ന ഫോൾഡറിലേക്കും വേണം, അതിനകത്തും വേണം. അതിനുള്ളൊരു കമാൻഡാണ് CP എന്ന് കൊടുക്കുക. കോപ്പി ഒരു സ്പേസ് ഇട്ടതിന് ശേഷം # ഇടുക, R ഇടുക, അതിനുശേഷം സ്പേസ് ഇട്ടിട്ട് എനിക്ക് S എന്ന് കൊടുക്കുക. അതായത് എനിക്ക് കോപ്പി ചെയ്യേണ്ട ഫോൾഡർ നെയിം F. അതിനുശേഷം സ്പേസ് ഇട്ട് ഡയറക്ടറി 1 എന്ന് കൊടുത്ത് എൻ്റർ അമർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കിക്കേ, ഇപ്പോൾ ഇവിടെ ഹോമിലും ഉണ്ട് S. ഇനിയും CD ഡയറക്ടറി 1 എന്ന ഫോൾഡറിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. അവിടെയും ഈ S കോപ്പി ആയിട്ടുണ്ടോ നോക്കാം. നേരത്തെ നമ്മൾ മൂവ് ആണ് ചെയ്തത്, അതായത് കട്ട് ചെയ്തെടുക്കുമായിരുന്നു. ഇത് നമ്മൾ ഈ ഫോൾഡറിൻ്റെ ഒരു കോപ്പി, S എന്ന് പറയുന്ന ഒരു ഫോൾഡറിൻ്റെ കോപ്പി ഫസ്റ്റ് ഫോൾഡറിലേക്ക് വന്നിട്ടുണ്ടോ നോക്കാം. അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് എൻ്റർ അമർത്തി നോക്കി LS ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് കാണാം. കണ്ടോ, ചേഞ്ച് ഡയറക്ടറി 1 ഫോൾഡറിനകത്ത് നേരത്തെ മൂവ് ചെയ്ത ഡയറക്ടറി 2ഉം S എന്ന് പറയുന്ന ഫോൾഡറും വന്നിട്ടുണ്ട്. അപ്പം മൂവ് ചെയ്യുന്നതും കോപ്പി ചെയ്യുന്നതും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനി എനിക്ക് ജസ്റ്റ് ഇനി നമുക്ക് നോക്കാം. ഇപ്പം എനിക്ക് ഹോമിലേക്ക് പോകണം. അതിന് ഞാൻ CD നേരത്തെ പറഞ്ഞ ഈ ഒരു സിമ്പിൾ, തിരമാല പറ്റി സിമ്പിൾ അടിച്ച് എൻ്റർ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഹോമിലായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു കമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോൾഡറൊക്കെ ഡിലീറ്റ് ചെയ്യണം. എനിക്കിപ്പോൾ ഫോൾഡർ ഡിലീറ്റ് ചെയ്യണം, ഈ ഫസ്റ്റ് ഡയറക്ടറി ഡിലീറ്റ് ചെയ്യണം. അതിന് ഏത് കമാൻഡാണ്? അതിന് നമ്മൾ റിമൂവ് എന്ന് കൊടുക്കുക. അതിനുശേഷം -RF കൊടുക്കുക. എന്നിട്ട് ഡിലീറ്റ് ആക്കേണ്ട ഫോൾഡർ, ഞാൻ S എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഡിലീറ്റ് ആക്കുക, അതിൻ്റെ പേര് കൊടുക്കുക. അതായത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി RM കൊടുക്കുക. അതിനുശേഷം സ്പേസ് ഇട്ട് -RF എന്ന് കൊടുക്കുക. സ്പേസ് ഇട്ടതിന് ശേഷം ഏത് ഫോൾഡറാണോ ഡിലീറ്റ് ആകേണ്ടത് അതിൻ്റെ പേര് കൊടുക്കുക. എന്നിട്ട് എൻ്റർ അമർത്തുക. ഇനി നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, നിങ്ങൾക്ക് കാണാം ഇപ്പോൾ S എന്ന് പറയുന്ന ഫോൾഡർ അവിടെ ഇല്ല, അത് ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ ഇങ്ങനെയാണ് കോപ്പി ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്, ഡിലീറ്റ് ചെയ്യുന്ന ഒന്നും കൂടെ ഞാൻ കാണിച്ചുതരാം. ഇപ്പോൾ എൻ്റെ ഡയറക്ടറി 1 എന്ന് പറയുന്ന ഫോൾഡർ ഞാൻ ചെയ്യാം. RM കൊടുക്കുക, -RF കൊടുക്കുക, ഡയറക്ടറി 1 എന്ന് കൊടുക്കുക, എൻ്റർ അമർത്തി LS അടിച്ച് നോക്കുമ്പോൾ എൻ്റെ M0ക്കും സീക്കറും സ്റ്റോറേജ് എന്ന് പറയുന്ന 3 ഫോൾഡറേ ഉള്ളൂ. ബാക്കിയുള്ള ഫോൾഡറെല്ലാം ഡിലീറ്റ് ആയിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ്. ഓക്കെ, ഇനി ഇതിനകത്ത് വേറൊരു കമാൻഡ് എന്ന് വെച്ചാൽ ഡേറ്റ്. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്കിപ്പം ഇതിനകത്ത് നെക്സ്റ്റ് സിമ്പിളായിട്ടുള്ള ലിനക്സിലും ടെർമക്സിലും ലിനക്സിൻ്റെ തന്നെ ഒരു ഇതാണല്ലോ, കാലി ലിനക്സ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഉപകാരപ്പെടും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു കമാൻഡാണ് ഡേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഡേറ്റ് ഇവിടെ കാണാൻ പറ്റും. ഇന്നത്തെ ഡേറ്റാണ്. ചുമ്മാ ഡേറ്റ് എന്ന് കൊടുത്താൽ മതി. നെക്സ്റ്റ് വേറൊരു കമാൻഡ് കലണ്ടർ നോക്കാനായിട്ട് CAL എന്ന് കൊടുത്തിട്ട് എൻ്റർ അമർത്തി കഴിഞ്ഞാൽ കലണ്ടറും ഇന്നത്തെ ഡേറ്റ് അടക്കം ഇവിടെ കാണിക്കും.
അതേസമയം എനിക്കിപ്പോൾ കാലണ്ടർ 2020 കാലണ്ടർ എനിക്ക് വേണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കാലണ്ടർ CAL എന്ന് കൊടുത്തതിന് ശേഷം ആ വർഷം അവിടെ കൊടുത്തിട്ട് എൻ്റർ അമർത്തി കഴിഞ്ഞാൽ 2020 കാലണ്ടർ ഫുൾ ഇവിടെ ഡിസ്പ്ലേ ആവും. മനസ്സിലായി? അപ്പം ഇങ്ങനെയാണ് എന്താ പറയുന്നത്, പ്രധാനപ്പെട്ട കുറച്ച് കമൻറ്റുകളാണ്. ഇതിപ്പം വീഡിയോ ഒരുപാട് ലെങ്തി ആയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഒത്തിരി നീട്ടുന്നില്ല. ഇത് പാർട്ട് 1 മാത്രമാണ്. ഇനിയും എങ്ങനെയൊക്കെയുണ്ട് അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ പാക്കേജുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണ്, പിന്നെ ടൂളുകൾ എല്ലാം നമ്മൾ നെക്സ്റ്റുള്ള വീഡിയോസിൽ, തുടർന്നുള്ള വീഡിയോസിൽ നമുക്ക് കാണാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. അതുവരേക്കും ബൈ.